നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചാനലുകളിലെ കണ്ടന്റ് എന്ന് പറയുന്നത് സെലിബ്രിറ്റീസിന്റെ ഉൾപ്പെടെ അവരുടേതായിട്ടുള്ള ഒന്ന് സൂം ചെയ്തിട്ട് കുറച്ചുകൂടെ ഒരു എന്താ പറയുക സെക്സി കണ്ടന്റുകൾ ഇടുന്നതാണ് ചില ചാനലിന്റെ പ്രത്യേക തരം ഇഷ്ടം എന്ന് പറയുന്നത്. അത് വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അങ്ങനെ ഒരു ചാനലിനെ പൂട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ പാർവതി ആർ കൃഷ്ണ. അപ്പോൾ അതേപറ്റി എന്താണ് നമുക്ക് പറയാനുള്ളത്? നമ്മൾ അടുത്തിടയ്ക്കായിരുന്നു ഹണി റോസിൻ്റെ വിഷയം കണ്ടത്. ഹണി റോസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവരെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിൽ വളരെയധികം അശ്ലീല ചുവയോടെ അവരെ പറ്റി സംസാരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടും കമൻ്റ് ഇടുന്നവരെയും വരെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലമാണ്. ഇന്ന് ഒരുപാട് വീഡിയോകൾ, ഒരുപാട് പല പല സിനിമകളുടെ ആണെങ്കിലും ഓരോ ഫ്രെയിമുകൾ, ഇപ്പം ഫോട്ടോഷൂട്ടിന് പോകുന്നതാണെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പം സിനിമ പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ പ്രൊമോഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഉള്ള ചിത്രങ്ങളൊക്കെ ആണെങ്കിലും പല ആംഗിളിൽ നിന്നും എടുക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല ചാനലുകളും പലപ്പോഴും ഇവരുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുന്ന രീതിയിലാണ് ചെല്ലുന്നത്. വവ്വാലിനെ പോലെ മുകളിൽ നിന്നും ഫോട്ടോ എടുക്കുക, അടുത്ത് വന്ന് സൂം ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വേറെ ആംഗിളിൽ നിന്ന് എടുക്കുക. അങ്ങനെ ഒരുപാട് നടിമാരൊക്കെ ഇതിനെ പറ്റി വിമർശിക്കാറുണ്ടെങ്കിലും പലപ്പോഴും ഇവരൊന്നും ഇതിനെതിരെ ഒരു കംപ്ലൈൻ്റ് ആയിട്ടൊന്നും പോകാറില്ല. അതിൻ്റെ എനിക്ക് തോന്നുന്നു അടുത്തായിട്ട് നമ്മൾ കണ്ട വാർത്ത എന്ന് വെച്ചാൽ ഹണി റോസിൻ്റെ വാർത്തയായിരുന്നു. അത് വളരെയധികം സോഷ്യൽ മീഡിയയിൽ അന്ന് ചർച്ചാ വിഷയമായിരുന്നു. ഹണി റോസിൻ്റെ ചിത്രങ്ങൾ മോശമായി ഇട്ടവർക്കെതിരെയും അതിന് അടിയിൽ വന്ന് കമൻ്റ് ഇട്ടവർക്കെതിരെയും ഹണി റോസ് പരാതി നൽകി അതിനെതിരെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പം വീണ്ടും വന്നൊരു വാർത്തയാണ്. പാർവതി ആർ കൃഷ്ണ അതിനെതിരെ പ്രതികരിച്ചു. അവർ പറഞ്ഞു വെച്ചേക്കുന്നൊരു കാര്യമുണ്ട്. അത് അവരുടെ ഫോട്ടോ അനാവശ്യമായിട്ട് എങ്ങും ഇടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിന് ഏത് കുളിര് കോരുന്നതാണെങ്കിലും ഏത് കുളിര് മീഡിയ ആണെങ്കിലും ഇടണ്ട എന്നാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത്. അപ്പം അവർ പറയുന്നൊരു കാര്യമുണ്ട്, ബാക്കിയുള്ളവർ ഇതിനെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് എനിക്കറിയില്ല. എൻ്റെ വീഡിയോയോ ഫോട്ടോയോ ആവശ്യമില്ലാതെ എടുത്ത് അതിൽ കിടന്ന് പണിയാൻ നിന്നാൽ നല്ല പണി വാങ്ങും. ഇത് ഭീഷണിയൊന്നുമല്ല, എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം വെച്ച് പറയുന്നതാണ്. ഞാൻ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇന്ന് അവൻ്റെ അക്കൗണ്ട് പോയത്. ഏത് രോമാഞ്ചമാണെങ്കിലും കുളിര് കോരിപ്പിക്കുന്ന സാധനങ്ങളാണെങ്കിലും ശരി, ആവശ്യമില്ലാതെ എൻ്റെ സാധനങ്ങൾ ഇട്ടാൽ പണി വാങ്ങും. അവർ കൃത്യമായിട്ട് അവരുടെ നിലപാട് പറയുന്നുണ്ട്. അത് കാരണം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അവരുടെ ഫോട്ടോ എവിടെ പോകണം, എവിടെ പ്രസിദ്ധീകരിക്കണം എന്നുള്ളത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ പെടുന്ന കാര്യമാണ്. അത് വളരെ മോശമായിട്ട് അവരെ സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ പല സോഷ്യൽ മീഡിയ ഹാൻഡിലും ഇതുകൂട്ട് പോകുന്നത്. ഇപ്പം പല സോഷ്യൽ മീഡിയ പ്രൊഫൈലിൻ്റെ ഈ തമ്പനയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചേച്ചി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ, അല്ലെങ്കിൽ ഇത് നിങ്ങൾ കണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് ഇവരുടെ ആ ഒരു സൂം ചെയ്തൊരു ഫോട്ടോയൊക്കെ വെച്ചിട്ടായിരിക്കും പലപ്പോഴും കൊടുക്കുന്നത്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇവരെ ഒരു അശ്ലീല ചുവയോടെ പല ചാനലുകളും അവരെ പ്രചരിപ്പിക്കാറുണ്ട്. അത് അവരുടെ റീച്ചിന് വേണ്ടിയിട്ടാണ്. പക്ഷെ എത്ര വലിയ റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ഏത് ചാനലാണെങ്കിലും. നമ്മുടെ പാർവതിയെ നമുക്ക് നേരത്തെ അറിയാം. നിവിൻ പോളിക്കെതിരെ ഒരു ലൈംഗിക അതിക്രമ കേസ് വന്നപ്പോൾ അതിന് ശക്തമായി പ്രതികരിച്ചു കൊണ്ടുവന്ന ഒരാളായിരുന്നു നമ്മുടെ പാർവതി ആർ കൃഷ്ണ. നല്ലൊരു ആങ്കറാണ്, അതേപോലെ കൃത്യമായ നിലപാടുള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ അവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അവരൊരു ബീച്ച് ഫോട്ടോഷൂട്ട് ആയിരുന്നു ചെയ്തത്. അപ്പൊ അവർ പറയുന്നുണ്ട് അവർ പല ആംഗിൾ അല്ലെങ്കിൽ അവരുടെ ശരീരം മാക്സിമം കാണാതിരിക്കാൻ വേണ്ടി അതിൽ അവർ പറയുന്നുണ്ട് മറ്റുള്ള കാണിക്കുന്നതിന് പ്രശ്നമുണ്ട്, ആ ഒരു രീതിയിലല്ല, അവർക്ക് കംഫോർട്ട് അല്ലാത്തതുകൊണ്ട് മാത്രമാണ് അവർ വളരെ ശ്രദ്ധിച്ച് എടുത്തത് എന്ന്. അതിൽ തന്നെ ഏതോ ഒരു പോർഷനിൽ അവരെ നേവൽ കാണാൻ പറ്റുന്നുണ്ട്. അത് മാത്രം എടുത്ത് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു മീഡിയ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ഷെയർ ചെയ്യപ്പെടുകയും ഇത് കണ്ടിട്ട് രോമാഞ്ചം കൊണ്ടുകൊണ്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് മെസ്സേജസ് നിരവധി വന്നു എന്നാണ് പറയുന്നത്. അതിനെതിരെ അവർ പറയുന്നുണ്ട്. കാരണം ഇത്തരം കുളിര് കോരിക്കൊണ്ട് തൻ്റെ അക്കൗണ്ടിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ തൻ പച്ചത്തെറി തന്നെ വിളിക്കുന്നത്. ബാക്കിയുള്ളവർ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഇതിന് പാർവതി മാത്രമല്ല, ഇതിനു മുമ്പ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ അനശ്വര, മമിത ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരുമ്പോൾ തന്നെ ഇവരുടെ സാരി ഒന്ന് മാറുന്നുണ്ടോ, വളരെയധികം സൂം ചെയ്ത് സാരി ഒന്ന് മാറുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത്. കാരണം ഈ പോർഷൻസ് അക്കൗണ്ടുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ റീച്ച് കിട്ടുമെന്ന് ഇവർക്കറിയാം. ബാക്കിയുള്ള വരി നടക്കുന്നതാണെങ്കിൽ ഇപ്പൊ ഹണി റോസിനെ പല ആംഗിളുകളിൽ സൂം ചെയ്തിട്ട് പല വീഡിയോസും നമുക്കറിയാം. ഇവരെ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതിന് കറക്റ്റ് ഇവർ വരുന്നതിന്റെ വീഡിയോ ഒന്നും അല്ലായിരിക്കും ഇരിക്കുന്നത്. ഏതെങ്കിലും ഒരു ആംഗിൾ വെച്ചിട്ട് കൃത്യമായി സൂം ചെയ്തിട്ട് ഇതെടുത്തിടുക, ഇതിൽ തന്റെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഒക്കെ ആൾക്കാർ ഒന്ന് തീർക്കുക, അത് വീണ്ടും ഷെയർ ചെയ്യപ്പെടുക, എന്നിട്ട് അവര് ആസ്വദിക്കുക, ചിരിക്കുക, ഇത് തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് പലപ്പോഴും മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യതയാണ് ഇത് പലപ്പോഴും മുതലെടുക്കുന്നത്. കാരണം അങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ ഇത് ഷെയർ ചെയ്യുകയും പിന്നെ ഇതിന്റെ അടിയിൽ വിമർശനമായിട്ട് വരുന്ന ആളുകളായിരിക്കും.
ഇവർക്ക് ഇങ്ങനെയുള്ള ആളുകളെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്ന് ഇവരെ തെറി വിളിക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ടാവും, അല്ലെങ്കിൽ ഇവരെ മോശം പറയാൻ വേണ്ടി ഇവരെന്ത് ഡ്രസ്സാണ് ഇടുന്നത് എന്ന് മോശം പറയാൻ വേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ടാവും. ഇവരെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ചാനലുകാരൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ കമന്റ് ഇടുമ്പം കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തും, കൂടുതൽ റീച്ച് ആവും. ഇത് തന്നെയാണ് അവരുടെ ഉദ്ദേശവും. തീർച്ചയായിട്ടും നമ്മുടെ പാർവതി വീഡിയോ ഇട്ടത് തന്റെ സ്വന്തം അക്കൗണ്ടിൽ തന്നെയാണ്. കാരണം സൈബറിലെ കേസൊക്കെ ഫയൽ ചെയ്ത് അക്കൗണ്ട് പൊട്ടിച്ചതിന് ശേഷമാണ് പാർവതി ഒന്ന് പ്രതികരിക്കുന്നത്. അക്കൗണ്ടിൽ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിന് അടിയിലും നിരവധി നെഗറ്റീവ് കമന്റ്സ് ആണ് വരുന്നത്. കാരണം താങ്കൾ അത് ചെയ്തുകൊണ്ടല്ലേ, താൻ എന്തിനാ ബീച്ചിൽ പോയി ആ ഒരു വീഡിയോ എടുത്തത്, അതിൽ കണ്ടുകൊണ്ടല്ലേ ഞങ്ങൾ ഷെയർ ചെയ്തത് കണ്ടത്, അതിന്റെ ബാക്കി ഒരു പോർഷൻസും കാണാതെ ആ ഒരു പോർഷൻസ് മാത്രം കട്ട് ചെയ്ത് ഇത്ര ആസ്വദിക്കുന്ന എന്തിനാണ് മനസ്സിലാകുന്നില്ല. കാരണം സ്ത്രീ ശരീരത്തിൽ ഇതിനു മുമ്പ് ഒരാൾ ഓരോരുത്തരെ കണ്ട് ആസ്വദിച്ച സ്ത്രീ ശരീരത്തിൽ ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ഇത് കൂടുതൽ ഇത്ര ആസ്വദിച്ച് അവരുടെ ഫ്രസ്ട്രേഷൻ തീർത്ത് ഇവരോട് പോയി ഇവരല്ലെങ്കിൽ ഇവരിന് എന്ത് ഫോട്ടോ ഇട്ടാലോ അതിന്റെ അടിയിൽ പോയി ഇത്രയും കമന്റുകളൊക്കെ ഇടുന്നത് എന്തിനാണ്? അത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരാളുടെ അടിയിൽ പോയി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു മോശം കമന്റ് ആണെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്, അല്ലെങ്കിൽ അത് സൈബർ ക്രൈം തന്നെയാണ്. അതിൽ മറ്റൊരു മാറ്റവുമില്ല. കാരണം ഇവർക്കെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇവരെന്തായാലും അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പോകും. കാരണം നമ്മൾക്ക് പലപ്പോഴും ഈ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുകയാണെങ്കിലും അതിനകത്തുള്ള സൈബർ ക്രൈമുകൾ എന്താണെന്ന് പലപ്പോഴും, അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് എന്താണെന്ന് പലപ്പോഴും ആളുകൾക്ക് അറിയില്ല. ഇവർ വിചാരിക്കുന്നത് ഇവർ വലിയ മാസാണ്, അല്ലെങ്കിൽ ഇവർ വലിയ എന്തോ സംഭവമാണെന്ന് പറഞ്ഞ് ഇവരുടെയൊക്കെ അക്കൗണ്ടുകളിൽ പോയി ഇവരെ തെറി വിളിക്കുകയും ഇവരെ അശ്ലീലം പറയുകയും മോശം പറയുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഈ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ ക്രൈം വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. നമുക്കൊരു ഭരണഘടനയുണ്ട്. ആരുടെയും സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറാൻ ആർക്കും ഒരു അവകാശവുമില്ല. ആരുടെയും സ്വകാര്യ ഫോട്ടോകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും ഒരു അവകാശവുമില്ല. അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ അത് ചെയ്യുന്നത് വളരെയധികം തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ അക്കൗണ്ടുകളുടെ ഒരു വിചാരമുണ്ട്. കാരണം ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നും വരില്ല. കാരണം ഇപ്പൊ ഈ ഒരു അക്കൗണ്ട് പൂട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അടുത്തൊരു അക്കൗണ്ട് തുറക്കാവുന്നതേ ഉള്ളൂ. പേരൊന്ന് മാറ്റുമായിരിക്കും, എന്നിട്ട് വേറെ അക്കൗണ്ട് തുറക്കും, എന്നിട്ട് വീണ്ടും അടുത്ത നടി എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള പ്രത്യേക പോർഷൻസ് മാത്രം കട്ട് ചെയ്തിട്ട് വീണ്ടും വ്യൂവേഴ്സിനെ കൂട്ടി വീണ്ടും സമ്പാദിക്കുക തന്നെ ചെയ്യും. കാരണം ഇത് അവർക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ്. തന്റെ അക്കൗണ്ട് പോയാലും പ്രശ്നമൊന്നുമില്ല, ബാക്കി ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഇതേപോലെ AI ഒരു തീവ്രമായ ഒരു കാര്യമായിരുന്നു നമ്മുടെ മന്ദാനയുടെ ഫോട്ടോ ക്രോപ്പ് ചെയ്ത് അല്ലെങ്കിൽ ക്രോം ചെയ്ത് വേറൊരു രീതിയിലേക്ക് ആക്കി കുറേ അധികം ഓടിയ ഒരു സാധനമാണ്. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സൈബർ ആൾക്കാർ ഈ മന്ദാന ഫോട്ടോയിൽ പോയി തന്നെ പറയുന്നുണ്ട്. കാരണം ഇവർക്കറിയാം ഇത് അവരല്ലാന്ന് അറിഞ്ഞിട്ട് കൂടി വീണ്ടും അവരാണെന്ന് സങ്കല്പിച്ചിട്ട് അതിന്റെ അടിയിൽ പോയി കമന്റ്സ് ഒക്കെ ഇടുക. ആ ഒരു രീതിയിലേക്ക് അത് എന്ത് തരം ഫ്രസ്ട്രേഷൻ ആണെന്ന് മനസ്സിലാവുന്നില്ല. അത് കണ്ടാൽ തന്നെ അറിയാം AI അവരല്ലാന്നറിയാം, എന്നിട്ട് കൂടി അവരാണെന്ന് സങ്കല്പിച്ചിട്ടാണ് അതിന്റെ അടിയിൽ പോയി കമന്റ്സുകളൊക്കെ ഇടുന്നത്. അല്ല, ഇത് കാണുന്ന പല അപ്പാപ്പന്മാർക്ക് ഇത് അറിയത്തില്ല ഇത് AI ആണെന്ന്. അതാണ് അതിനകത്ത് വ്യത്യാസം. അത് അപ്പാപ്പന്മാരുടെ മാത്രം പ്രശ്നമല്ല, എല്ലാവരും പൊതുവെ ചിലർക്ക് അത് അറിയാം, അത് AI ആണെന്ന് അറിയാം. എന്നാലും അവർക്ക് ആരെങ്കിലും ഒരു 10 ചീത്ത വിളിക്കണമല്ലോ. അപ്പൊ നേരെ ചെല്ലുക, ഇതുകൂട്ടുള്ള അക്കൗണ്ടിൽ ചെല്ലുക, അടി ചെന്ന് ഇതുകൂട്ടുള്ള അശ്ലീലം പറയാം, അല്ലെങ്കിൽ അവരെ ചീത്ത വിളിക്കുക. പക്ഷെ ഇങ്ങനെ നമ്മുടെ പാർവതിയെ പോലെ പുറത്തേക്ക് വന്ന് ഇതേപോലെ പ്രതികരിച്ച് കേസും കൊടുത്ത ഒരു 10-20 അക്കൗണ്ടുകൾ ഇങ്ങനെ പൂട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ കാരണം അവർക്ക് കുറച്ച് പാടായിരിക്കും വീണ്ടും. അല്ലല്ല, യഥാർത്ഥത്തില് ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സാധനം ഇവിടെ നിന്നു പോകും. കാരണം അവർക്ക് പേടിയാവും. കാരണം എത്ര എന്ന് പറഞ്ഞ ഒരു വീഡിയോ എടുക്കും, കാരണം കൂടുതൽ പിന്നെ അവര് ഇതിന്റെ കേസുമായിട്ട് പുറകെ നടക്കണം. കാരണം ഈ കൂടുതൽ ഈ ബാക്കിയുള്ള സ്റ്റാർസിന്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ ഒരു വീഡിയോസ് ഒക്കെ വരുന്നത്. പാർവതിയുടെ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നപ്പോഴാണ് പാർവതി ഇതിനെതിരെ പ്രതികരിച്ചത്. പക്ഷെ ബാക്കിയുള്ളവരുടെ കേസ് അങ്ങനെയല്ല. ഹണിറോസിന്റെ ഒക്കെ ആണെങ്കിൽ എത്ര അക്കൗണ്ടുകളിലൂടെയാണ് ഈ ഒരു വീഡിയോ വരുന്നത്. അപ്പൊ ഇവർക്ക് എത്ര അക്കൗണ്ടിൽ പോയി കേസ് കൊടുക്കാൻ പറ്റും? അതാണ് ഒരു പ്രധാന പ്രശ്നം. നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള പ്രധാന പ്രശ്നം ഇതാണ്. ഇത് കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്നവർ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ നോക്കുന്നവർ വേണം കുറെ കൂടെ ശ്രദ്ധിക്കാൻ. അല്ലെങ്കിൽ അവർക്ക് കൂടെ ഇനി ഇത് ആരൊക്കെ കണ്ടിട്ടുണ്ട് എന്ന രീതിയിൽ കൂടെ നമുക്ക് സൈബറിൽ കേസ് എടുക്കാൻ പറ്റും, അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങൾ ആസ്വദിക്കാൻ വരുമ്പോഴത്തേക്കും ഇതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.